നെക്സ്റ്റ് പ്രോബ്ലം. ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലത്തിലൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് YP ചൂസ് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻസ്. ബാക്കി എല്ലാ പ്രൊസീജിയറും നമ്മൾ സാധാ പ്രോബ്ലം ചെയ്യുന്ന അതേ സെയിം ആണെങ്കിൽ കൂടി നമ്മൾ YP എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആണ് ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലത്തിലൊക്കെ മൊത്തത്തിൽ പറയുന്നത്. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് പ്രോബ്ലം 5. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് y ഈസ് ഈക്വൽ ടു e പവർ t പ്ലസ് t. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒരു സെക്കൻഡ് ഓർഡർ ആയിട്ടുള്ള നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എഴുതുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് ഇക്വേഷൻ എഴുതാം. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോമോജീനിയസ് ഇക്വേഷൻ എഴുതാം y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് y ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇതിൻ്റെ ഈ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഏതാണ്? ഈ ഹോമോജീനിയസ് ഇക്വേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്? m² മൈനസ് 2m പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് ഏതിൻ്റെ എക്സ്പാൻഷൻ ആണ്? m-1² ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇതിൻ്റെ എക്സ്പാൻഷൻ ആണ് m² മൈനസ് 2m പ്ലസ് 1 എന്ന് പറയുന്നത്. അതറിയാത്തവർ b² മൈനസ് 4ac വെച്ചിട്ട് എന്തിനെ സോൾവ് ചെയ്യുക? m² മൈനസ് 2m പ്ലസ് 1നെ സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ലീനിയർ ഫാക്ടറി ചെയ്യണ മെത്തേഡ് ഏതൊക്കെ നമുക്ക് 1 വരണം അല്ലേ. ഇപ്പോൾ ഇവിടെ പോസിറ്റീവ് ടേം ആണ്. ഇപ്പോൾ 1 വരണമെങ്കിൽ 2 ടേമും പോസിറ്റീവ് ആവണം, അല്ലെങ്കിൽ 2ഉം നെഗറ്റീവ് ആവണം. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആവുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പോസിബിൾ അല്ല. ഇപ്പോൾ 1 കിട്ടുക ഏതൊക്കെ? 1ഉം 1 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും, -1ഉം -1 കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. ഇതിൽ ഏത് പെയേഴ്സ് ആഡ് ചെയ്താലാണ് -2 എന്ന് കേൾക്കാം? ഇത് രണ്ടും ആഡ് ചെയ്താൽ -2 കിട്ടില്ല. സോ ഏത് പെയറാണ്? ഈ ഒരു പെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാൻ പറ്റും? m-1 ഇൻറ്റു m-1 എന്ന് എഴുതാൻ പറ്റും. m-1 ഇൻറ്റു m-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അതിനെ m-1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ m-1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. m-1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ദാറ്റ് m-1 ഇസ് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് ദാറ്റ് m ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ m ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് 1 ഇതേ 2 റിപ്പീറ്റഡ് റൂട്ട്സ് ആണ്. ഇപ്പോൾ റിപ്പീറ്റഡ് റൂട്ട്സ് വരുമ്പോൾ നമ്മുടെ സൊല്യൂഷൻ നമ്മൾ എങ്ങനെ എഴുതാറ്? y ഇസ് ഈക്വൽ ടു എന്താ പറയാറ്? c1 പ്ലസ് c2 t e പവർ mt എന്നാണ് നമ്മൾ എഴുതാറ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ yc എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടെ നിന്ന് റീഅറേഞ്ച് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. yc ഓഫ് t is equal to c1t plus c2 e പവർ t എന്ന് പറഞ്ഞു. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു. y is equal to അതായത് റിപ്പീറ്റഡ് റൂട്ട്സ് വരുമ്പോൾ c1 പ്ലസ് c2 t ഇൻറ്റു e പവർ mt എന്നായിരുന്നു ഇക്വേഷൻ പഠിച്ചിട്ടുള്ളത്. ഇവിടെ കോൺസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇത് കറക്റ്റാണ്. അതുമാതിരി ഇത് എഴുതുന്നതായാലും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്ക് yc ഓഫ് t is equal to എന്ത് കിട്ടി? c1t പ്ലസ് c2 e പവർ t എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അത് yc ഓഫ് t കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ നിർത്തുക, അവിടെ വെക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നോൺ ഹോമോജീനിയസ് ഇക്വേഷനാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ g ഓഫ് t എടുക്കുക. അപ്പോൾ ഈ yc ഓഫ് t എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ അതിൻ്റെ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷനും കൂടി നമുക്ക് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. e പവർ t എന്ന് പറയുന്നതും t e പവർ t എന്ന് പറയുന്നതായിരുന്നു ഇതിൻ്റെ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് അല്ലേ. അതായിരുന്നു നമ്മുടെ yc ഓഫ് t is equal to എന്ന് എഴുതി. പിന്നെ ഇതാണ് ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ. ഇനി നമ്മളെ g ഓഫ് t എന്ന് പറയുന്നത് എന്താണ്? e പവർ t പ്ലസ് t അല്ലേ. g ഓഫ് t is equal to നമുക്ക് എന്താണ്? e പവർ t പ്ലസ് t എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ആദ്യം നമ്മൾ ഈ YP എന്ന് പറയുന്നത് ടേബിൾസ് യൂസ് ചെയ്തിട്ട് യൂസിങ് ദ റൂൾസ് ഫോർ ദ മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ്, അതായത് ആ ടേബിൾ വാല്യൂസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ g ഓഫ് ടീൻ്റെ ആദ്യം നമ്മൾ YP എഴുതുന്നത് g ഓഫ് ടീന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള YP എഴുതാം. ഫസ്റ്റ് ടൈം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? e പവർ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ടേബിളിൽ നിന്നുള്ള YPയുടെ ചോയ്സ് എന്തായിരുന്നു? e പവർ ടിക്ക് ഉള്ള കറസ്പോണ്ടിങ് ചോയ്സ് വരിക c പവർ ടി എന്ന് പറയുന്നത് അല്ലേ. പിന്നെ നമുക്ക് ഇവിടെ എന്താണ്? ടി ഉള്ളതാണ്, പ്ലസ് ടി എന്നായിരുന്നു. സോ നമുക്ക് ടിക്ക് പറയുമ്പോൾ അത് ഏത് ഫോമിലായിരുന്നു? കെ ടി പവർ എൻ എന്ന് പറയുന്ന ഫോമിലായിരുന്നു. ഇവിടെ ടീൻ്റെ പവർ 1 ആണ്. സോ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ടേംസ് ഏതായിരിക്കും? k1t പ്ലസ് k0 എന്ന് എഴുതി അല്ലേ. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കേ, YP എന്ന് പറയുന്നത് എന്ത് കിട്ടി? c പവർ ടി എന്ന് കിട്ടി. YP is equal to c e പവർ ടി പ്ലസ് k1t പ്ലസ് k0 എന്ന് കിട്ടി. ഓൾറെഡി ഞാൻ നിങ്ങളോട് ഇവിടെ എഴുതി വയ്ക്കാൻ പറഞ്ഞിരുന്നു. ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് e പവർ ടിയും
ടി ഇ പവർ ടി എന്ന് പറയുന്നത് കൂടി ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇനി ഈ വൈ പിയിലെ ഏതെങ്കിലും ടേംസ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷനിൽ ഉണ്ടോ നോക്കുക അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇ പവർ ടി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട അല്ലാത്ത ടേമാണ്. ഇ പവർ ടി എന്ന് പറയുന്നത് നോക്കിക്കേ, അപ്പോൾ അത് ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷനിലുണ്ട്. സോ ഈ ഒരു ടേമിന് ഇതിനെ മാത്രം മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഇ പവർ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട്. സോ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, സി ടി ഇ പവർ ടി, ഒരു ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതായിരുന്നു അല്ലേ നമ്മുടെ റൂള്. ഓക്കെ, അപ്പം നമ്മൾ വീണ്ടും എഴുതി സി ടി ഇ പവർ ടി എന്ന് എഴുതി. അപ്പം നോക്കിക്കേ, ഈ ടി ഇ പവർ ടി എന്ന് പറയുന്നതും വീണ്ടും എന്തുണ്ട്, ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷനിലുണ്ട് അല്ലേ. അപ്പം നമുക്ക് എന്തേ പറ്റുള്ളൂ, ഇതിനെ ഒന്നുകൂടിയും ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഒന്നുകൂടിയും ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും, സി ടി സ്ക്വയർ ഇ പവർ ടി എന്ന് വെക്കും. ഓക്കെ, ഇത്രയും ഉണ്ടായിരുന്നില്ല. നമ്മൾ വൈ പിയുടെ ടേബിൾ വാല്യൂസ് വെച്ചിട്ട് വൈ പി ചൂസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇനി ഇതിലുള്ള ഏതെങ്കിലും ഒരു ടേം എന്ന് പറയുന്നത്, അതായത് കോൺസ്റ്റന്റ് അല്ല വേരിയബിൾ പാർട്ടുള്ള ഏതെങ്കിലും ഒന്ന് നമ്മുടെ ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷനിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സി ഇ പവർ ടി, അതിൽ ഇ പവർ ടിയും ഉണ്ട്, നമ്മുടെ ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷനിൽ ഇ പവർ ടി ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ടേമിനെ ഒരു ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ സി ടി ഇ പവർ ടി എന്ന് പറഞ്ഞു. അപ്പോൾ ടി ഇ പവർ ടി എന്ന് പറയുന്നത് വീണ്ടും നമ്മുടെ ഫണ്ടമെന്റൽ സെറ്റ് ഓഫ് സൊല്യൂഷനിലുണ്ട്. സോ നമ്മൾ അതിനെ ഒന്നുകൂടിയും ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് എന്തായിട്ട് മാറും, സി ടി സ്ക്വയർ ഇ പവർ ടി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വൈ പി എന്തായിരുന്നു, ഹെൻസ് ബൈ മോഡിഫിക്കേഷൻ റൂൾ. അതാണ് മോഡിഫിക്കേഷൻ റൂൾ പറഞ്ഞിട്ടാണ്. ഹെൻസ് ബൈ മോഡിഫിക്കേഷൻ റൂൾ വൈ പി ഈസ് ഈക്വൽ ടു സി ടി സ്ക്വയർ ഇ പവർ ടി പ്ലസ് കെ വൺ ടി പ്ലസ് കെ നോട്ട്. നമ്മൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ ആദ്യം വൈ പി ചൂസ് ചെയ്തത് എഴുതണം, ഇതെന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ എഴുതണം. അതിനുശേഷം ഹൈ മോഡിഫിക്കേഷൻ റൂൾ എന്ന് എഴുതിയിട്ട് ന്യൂ വൈ പി എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഇനി നമുക്ക് ഈ വൈ പി എന്ന് പറയുന്നത് നമ്മുടെ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ എന്തായിരിക്കും, സൊല്യൂഷൻ ആയിരിക്കും. സോ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു വൈ പി സാറ്റിസ്ഫൈ ചെയ്യണം. വൈ പി സാറ്റിസ്ഫൈ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ വൈക്ക് പകരം വൈ പി റീപ്ലേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇക്വേഷൻ കിട്ടണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ വൈ പിയും വൈ പി ഡബിൾ ഡാഷും ഒക്കെ കണ്ടുപിടിക്കുക. അപ്പോൾ വൈ പിയും വൈ പി ഡബിൾ ഡാഷും കണ്ടുപിടിക്കുമ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വൈ പി ഡാഷ് കണ്ടുപിടിക്കാം. വൈ പി ഡാഷ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഈ ഒരു ടേം കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കണം, സീനെ കോൺസ്റ്റന്റ് ആണ്, സോ പുറത്തേക്ക് നിൽക്കുക. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് പ്ലസ് കെ വൺ ടീനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു കെ വൺ കിട്ടും. അത്രയാണ്. ഇനി നോക്കിക്കേ, ഈ ഒരു ടേമിൽ ഇ പവർ ടി കോമൺ ആണ്, ഇതിലൊരു ഇ പവർ ടി കോമൺ ആണ്. അപ്പം ഇന്നൊരു ഇ പവർ ടി പുറത്തേക്ക് എടുത്ത് എഴുതുമ്പോൾ നമുക്ക് അത് എന്താ വരിക, ടി ഇവിടെ എന്ത് വരും, ടി സ്ക്വയർ. ഇ പവർ ടീനെ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ബാക്കി ഇവിടെ എന്താണ്, ടി സ്ക്വയർ പ്ലസ് 2t ഇൻറ്റു ഇ പവർ ടി പ്ലസ് കെ വൺ എന്ന് കിട്ടി. ഇതായിരുന്നു നമ്മുടെ വൈ പി ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി, വൈ പി ഡാഷ് ഇസ് ഈക്വൽ ടു വൈ പി ഡാഷ് ഇസ് ഈക്വൽ ടു ദിസ് എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, വൈ പി ഡബിൾ ഡാഷ് കണ്ടുപിടിക്കണം. വൈ പി ഡബിൾ ഡാഷ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ സി കോൺസ്റ്റൻ്റ് ആണ്, സോ സീനെ പുറത്തേക്ക് നിർത്തി. ഇനി വീണ്ടും നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ടി സ്ക്വയർ ഇൻറ്റു 2t ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇ പവർ ടി തന്നെ പ്ലസ് ഇ പവർ ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2t പ്ലസ് 2 എന്ന് നമുക്ക് കിട്ടും. പിന്നെ കെ വൺ കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ നമുക്കത് എന്തായിട്ട് മാറും, അതിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 0 ആയിട്ട് മാറും അല്ലേ. ഇനി നമുക്കിതിലൊരു ഇ പവർ ടി എന്ന് പറയുന്നത് കോമൺ ആണ്. സോ ഇ പവർ ടീനെ നമ്മൾ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ ഇ പവർ ടീനെ പുറത്തേക്ക് എടുക്കുമ്പോൾ സി ഇൻറ്റു ഇതിലുള്ള ടേംസ് ഏതൊക്കെയാണ്, ടി സ്ക്വയർ പ്ലസ് 2t എന്ന് വരും. ദെൻ ഇവിടെ ഉള്ള ടേം ഏതാണ്, വീണ്ടും ഒരു 2t അല്ലേ, അതായത് 2t പ്ലസ് 2 എന്ന് വരും ഇൻറ്റു ഇ പവർ ടി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഈ 2t എന്ന് പറയുന്നതും ഈ 2t എന്ന് കൂടി പറയുന്നതും നമുക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് എന്ത് കിട്ടും, 4t കിട്ടും. സോ ഇതെന്തായിട്ട് മാറും, സി ഇൻറ്റു ടി സ്ക്വയർ പ്ലസ് 4t പ്ലസ് 2 ഇൻറ്റു ഇ പവർ ടി എന്ന് പറഞ്ഞു അല്ലേ. അതായിരുന്നു നമ്മുടെ
വൈ പി ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് സി ഇൻറ്റു ടി സ്ക്വയർ പ്ലസ് 4t പ്ലസ് 2 ഇൻറ്റു ഇ പവർ ടി എന്ന് പറയുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈ പി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷൻ ആണെന്ന്. അപ്പോൾ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന്. അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? വൈ പി ഡബിൾ ഡാഷ് മൈനസ് 2 വൈ പി ഡാഷ് പ്ലസ് വൈ പി ഈസ് ഈക്വൽ ടു ഇ പവർ ടി പ്ലസ് ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച വൈ പി എന്ന് പറയുന്നതും വൈ പി ഡബിൾ ഡാഷ് എന്ന് പറയുന്നതും ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വൈ പി ഡബിൾ ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും? സി ഇൻറ്റു ടി സ്ക്വയർ പ്ലസ് 4t പ്ലസ് 2 ഇൻറ്റു ഇ പവർ ടി മൈനസ് 2 എന്ന് പുറത്തേക്ക് എടുത്തു. ഇനി വൈ പി ഡാഷ് എന്ന് പറയുന്നത് ഈ ഒരു ടേം നമ്മളിവിടെ കൊടുത്തു. ദെൻ വൈ പി എന്ന് പറയുന്നത് നമ്മളിവിടെ എന്ത് ചെയ്യുമോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു, വിച്ച് ഈസ് ഈക്വൽ ടു ഇ പവർ ടി പ്ലസ് ടി എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എൽ എച്ച് എസിൽ ഇ പവർ ടീൻ്റെ ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതുക. അതുമാതിരി തന്നെ ടീൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതുക, കോൺസ്റ്റൻറ്റിൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതിയിട്ട് നമ്മളിതിനെ അറേഞ്ച് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്കങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതണം. അപ്പോൾ അറേഞ്ച് ചെയ്ത് എഴുതുന്നതിന് മുന്നേ നമുക്ക് ഈ ബ്രാക്കറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യണം. അങ്ങനെ ബ്രാക്കറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യുക പറയുമ്പോൾ അതായത് സീനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. അതേമാതിരി തന്നെ ഈ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. സോ മൊത്തത്തിൽ എന്നിട്ട് നമ്മൾ ഈ പവർ ടീൻ്റെ ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതുക. അതുമാതിരി ടീൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതുക. അതുമാതിരി തന്നെ കെ നോട്ടിൻ്റെ ടേംസ് അതായത് കോൺസ്റ്റൻറ്റ് ടേംസിനെ ഒരുമിച്ച് എഴുതുക. എന്നിട്ട് അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഫോമിലോട്ട് വരും. 2 ഇൻറ്റു സി ഇ പവർ ടി പ്ലസ് k1t പ്ലസ് കെ നോട്ട് മൈനസ് 2k1 ഈസ് ഈക്വൽ ടു ഇ പവർ ടി പ്ലസ് ടി എന്ന് വന്നു അല്ലേ. ഇനി നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എന്താ? ഇ പവർ ടീൻ്റെ കോയിഫിഷ്യൻറ്റും അതായത് എൽ എച്ച് എസും ആർ എച്ച് എസും കൂടി ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഇ പവർ ടീൻ്റെ കോയിഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതായത് 2c ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് c ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും അല്ലേ. ഇനി അടുത്തത് നമ്മൾ എന്താ എടുക്കുന്നത്? k1t ഇവിടെ അടുത്ത കോൺസ്റ്റൻ്റ് ആണ് k1t ഈസ് ഈക്വൽ ടു kt എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? k1 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി അല്ലേ. ഇതെങ്ങനെ ശരിക്കും കിട്ടുന്നത് നോക്കിക്കേ. k1t ഈസ് ഈക്വൽ ടു ടി എന്ന് എഴുതും. ഇപ്പോൾ ടിയും ക്യാൻസൽ ആയി പോകും. ദെൻ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് k1 ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. അതായത് നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂസ് ഏതൊക്കെയാണ്? c ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി, k1 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് കോൺസ്റ്റൻറ്റിൻ്റെ ടേംസ് കൂടി ഇക്വേറ്റ് ചെയ്യുക. കോൺസ്റ്റൻറ്റ് ടേം ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയണത്? ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ആകുമ്പോൾ എന്താ? കെ നോട്ട് മൈനസ് 2k1 എന്ന് പറയുന്നതാണ്. ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ്? കോൺസ്റ്റൻറ്റിൻ്റെ ടേം പ്ലസ് 0 എന്നല്ലേ. അപ്പം ഇങ്ങനെ വരും കെ നോട്ട് മൈനസ് 2k1 വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. സോ കെ നോട്ട് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 2k1 എന്ന് വരും. നമ്മുടെ k1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു? 1 അല്ലായിരുന്നു. സോ 2 ഇൻറ്റു 1 വിച്ച് ഇംപ്ലൈസ് ദാറ്റ് കെ നോട്ട് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി അല്ലേ. ഇപ്പം നമുക്ക് കെ നോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 കിട്ടി. ഇപ്പോൾ കിട്ടിയ സിൻ്റെയും കെ നോട്ടിൻ്റെയും k1ൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എവിടെ കൊണ്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക? നമ്മുടെ വൈ പിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വൈ പിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ വൈ പിയിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം, തൊട്ട് മുകളിലുള്ളതല്ല. ഈ ഒരു വൈ പി പുതിയതായിട്ട് മോഡിഫിക്കേഷൻ റൂൾ ഉപയോഗിച്ച് നമ്മൾ ചൂസ് ചെയ്ത ആ വൈ പിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതാക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ പുതിയ വൈ പി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? വൈ പി ഇസ് ഈക്വൽ ടു 1/2 ടി സ്ക്വയർ ഇ പവർ ടി പ്ലസ് ടി പ്ലസ് 2 എന്ന് കിട്ടി. അതായത് നമ്മൾ ആ വൈ പിയിൽ സിക്ക് 1/2 എന്ന്, k1ന് 1, k നോട്ട് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. അതുകൊണ്ട് ജനറൽ സൊല്യൂഷൻ ഓഫ് എ നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എന്താ എഴുതാറ്? വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു വൈ സി ഓഫ് ടി പ്ലസ് വൈ പി ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു നമ്മളത് എഴുതാണ്. അതായത് രണ്ട് ടേംസ് കൂടി ആദ്യം നമ്മൾ ആഡ് ചെയ്ത് എഴുതും. എന്നിട്ട് ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതിയതാണ് നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അറേഞ്ച് ചെയ്ത് എഴുതിയ ഇക്വേഷനാണ്. നമ്മുടെ വൈ സി ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കിട്ടിയിരുന്നത്? അതായത് സി ഓക്കെ c1t പ്ലസ് c2 ഇ പവർ ടി എന്നായിരുന്നു നമ്മുടെ വൈ സി ഓഫ് ടി ഉണ്ടായിരുന്നത്. ആ വൈ സി ഓഫ് ടിയും ഈ വൈ പി ഓഫ് ടി കൂടെയും നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ അതിൽ ഈ പവർ ടീൻ്റെ ടേംസ് അടുപ്പിച്ച് എഴുതുമ്പോൾ ഈ പവർ ടീൻ്റെ ടേംസ് അടുപ്പിച്ച് എഴുതിയിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടില്ല. ഓക്കെ, ഡയറക്റ്റ്ലി എഴുതിയത് തന്നെയാണ്. ഓക്കെ, വൈ സി ഓഫ് ടി ഇസ് ഈക്വൽ ടു
C1t പ്ലസ് C2 ഇ പവർ ടി. ദെൻ നമ്മുടെ YP ഓഫ് ടി എന്ന് പറയുന്നത് 1/2 ടി സ്ക്വയർ ഇ പവർ ടി പ്ലസ് ടി പ്ലസ് 2 എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ടി സ്ക്വയർ ഇ പവർ ടി ആണ് ടേം ഉള്ളത്. നേരെ മറിച്ച് നമുക്ക് അവിടെ ഇ പവർ ടി തന്നെയായിരുന്നു ടേംസ് വരുന്നതെങ്കിൽ നമുക്ക് ഈ YC ഓഫ് ടീനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതൊക്കെ ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ പറയാനുള്ളത് നമ്മളിവിടെ ഇക്വേറ്റ് ചെയ്ത ഈ ഒരു സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു ടീൻ്റെ ടേംസ് ടി സ്ക്വയർ ഇ പവർ ടീൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതാം, ടി ഇ പവർ ടീൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതാം. അങ്ങനെ ഇരുന്ന് എല്ലാ ടേംസും ഒരുമിച്ച് എഴുതി നമ്മൾ ഇ പവർ ടീൻ്റെ കോഎഫിഷ്യൻസും ടീൻ്റെ കോഎഫിഷ്യൻസും ഒക്കെ ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഒന്ന് എക്സസൈസ്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണം. ഓക്കെ.